സിനിമയുടെ പ്രമോഷനിടെ വിറയാർന്ന കൈയിൽ മയക്ക് പിടിച്ച് സംസാരിക്കുന്ന നടൻ വിശാലിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പ്രേക്ഷകർ കണ്ടിരുന്നു. 12 വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്യുന്ന വിശാൽ ചിത്രം മദഗജരാജയുടെ പ്രമോഷൻ വേളയിലായിരുന്നു നടന്റെ വരവ്. അത്യന്തം ക്ഷീണിതനായിരുന്നു വിശാൽ. മയക്ക് പിടിക്കാൻ പോലും കഴിയാത്ത വിധം അവശനുമായിരുന്നു. ഒടുവിൽ മറ്റൊരു കൈകൊണ്ടുകൂടി മയക്ക് താങ്ങി നിർത്തിയാണ് വിശാൽ സംസാരിക്കുന്നത്. ഇതിനിടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. പരിപാടിക്ക് ശേഷം നടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. പ്രമോഷൻ പരിപാടിയിൽ എത്തിയ വേളയിൽ ഓട്ടോഗ്രാഫിനായി അരികിലെത്തിയ ആരാധികയ്ക്ക് കയ്യിലെ നോട്ട് പാഡിൽ ഒപ്പിട്ട് നൽകാനും വിശാൽ മറന്നിരുന്നില്ല. താരത്തിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിലും ആരാധകരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഒരു സഹായിയുടെ കൂടെയാണ് നടൻ സ്ഥലത്തെത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. വിശാലിനെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. നടക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് താരം ഒരു സഹായിയെ ഒപ്പം കൂട്ടിയതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോഴിതാ വിശാലിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ഒരു പ്രസ്താവന ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും വരികയാണ്. വിശാലിന് വൈറൽ ഫീവറാണ്. കടുത്ത പനിയുമായി സിനിമയുടെ പ്രചരണാർത്ഥം എത്തിച്ചേരുന്ന നടന് ഇനി കുറച്ചു ദിവസത്തേക്ക് സമ്പൂർണ്ണ വിശ്രമം ഡോക്ടർമാർ നിർദ്ദേശിച്ചു കഴിഞ്ഞു. ഇതിനു പുറമെ കുറച്ചുനാൾ നിരീക്ഷണത്തിൽ തുടരാനും നിർദ്ദേശമുണ്ട്. 2012 ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ചിത്രം 2013 പൂർത്തിയായിരുന്നു. ചില സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലമാണ് വിശാൽ ചിത്രം മദഗജരാജയുടെ റിലീസ് നീണ്ടുപോയത്. സുന്ദർ സിയാണ് ഈ സിനിമയുടെ സംവിധായകൻ. വിശാലിന് പുറമെ ഇതേ ചിത്രത്തിൽ വരലക്ഷ്മി ശരത് കുമാർ, സന്താനം എന്നിവരും മുഖ്യവേഷങ്ങളിലെത്തുന്നുണ്ട്. അന്തരിച്ച തമിഴ് താരങ്ങളായ മണിവണ്ണൻ, മനോബാല, മയിൽസാമി, ചിട്ടിബാബു എന്നിവരും വേഷമിട്ടിരുന്നു. സതീഷ്, നിതിൻ സത്യ, സോനു സൂദ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.